അപ്പോൾ ഏത് ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ആ ഒരു വിവാഹ വാർഷിക പാർട്ടിയോടുകൂടി തന്നെ ചെറിയൊരു തർക്കങ്ങളും വഴക്കുകളും തന്നെ അശ്വിൻ്റെ വീട്ടിൽ സംഭവിച്ചിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത, ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച, മുത്തശ്ശി പോലും ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ലെന്ന് വിചാരിച്ച പല കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി അശ്വിൻ്റെ വീട്ടിൽ നടക്കാൻ പോകുന്നത്? ഇനി ശ്രുതിയും അശ്വിനും വീണ്ടും വീണ്ടും കണ്ടുമുട്ടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പോവാണ്. അപ്പോൾ അതെന്തൊക്കെയാണ്, ഇനി എന്തൊക്കെയായിരിക്കും അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വലിയൊരു പ്രശ്നങ്ങളാണ് നമ്മുടെ അശ്വിൻ്റെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും മുത്തശ്ശിയുടെ മുഖത്ത് നോക്കി ലാവണ്യെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ലാവണ്യയുടെ വായിൽ നിന്ന് വീണത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കെട്ട വിട്ടപ്പോഴാണ് ലാവണ്യ ഉറക്കം എണീറ്റപ്പോഴാണ് ആ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അശ്വിൻ നേരിട്ട് വന്നിട്ട് ലാവണ്യയ്ക്ക് മരുന്നൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടി പറയുവാണ്. പക്ഷെ അശ്വിൻ്റെ ആ ഒരു ദേഷ്യം കണ്ടപ്പോൾ ലാവണ്യയ്ക്ക് മനസ്സിലായി ഇനി ഒരു രക്ഷയില്ല, ഇനി എങ്ങനെയെങ്കിലും സോൾവ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ച് തകരും എന്ന് ലാവണ്യയ്ക്ക് മനസ്സിലായി. അങ്ങനെ അശ്വിനോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അത്രത്തോളം തൻ്റെ ചേച്ചിയുടെ ഇപ്പം എന്തൊക്കെ പ്രശ്നം വന്നാലും അശ്വിൻ ക്ഷമിക്കും. പക്ഷേ തൻ്റെ ചേച്ചിയുടെ സന്തോഷം കെടുത്താൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചാലും അത് അശ്വിൻ ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ തൻ്റെ ചേച്ചിയുടെയും ചേട്ടൻ്റെ ആ ഒരു വിവാഹ വാർഷിക ദിനം തന്നെ ലാവണ്യ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അശ്വിനും അത്രത്തോളം സങ്കടം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഇനി നിന്നോട് ക്ഷമിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് അശ്വിൻ സംസാരിച്ചത്. അവസാനം ലാവണ്യ തന്നെ ഒരുപാട് അശ്വിനോട് കേണ് അപേക്ഷിച്ചിട്ട് പറയുവാണ്, പ്ലീസ് എന്നോട് മിണ്ടാതിരിക്കുക മാത്രം ചെയ്യരുത്. അശ്വിൻ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം, കാരണം എൻ്റെ ഭാഗത്താണ് തെറ്റ്, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്യാം എന്നൊരു കാര്യം ലാവണ്യ അശ്വിനോട് പറയുന്നുണ്ട്. അവസാനം അശ്വിൻ അതിനുവേണ്ടി ആവശ്യപ്പെട്ടത്, ശരി നീ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നുണ്ടെങ്കിൽ നീ നാളെ തന്നെ ഇവിടെയുള്ള എല്ലാവരോടും നീ ഓരോരുത്തരോടായിട്ടും നീ പോയി ക്ഷമിക്കണം, ക്ഷമ ചോദിക്കണം. അതിപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റിയോടാണെങ്കിൽ പോലും നീ പോയി ക്ഷമ ചോദിച്ചിരിക്കണം. എല്ലാവരോടും നീ ക്ഷമ ചോദിച്ച് അവരെല്ലാവരും നിന്നോട് ക്ഷമിച്ചാൽ മാത്രമേ ഇതിലൊരു പരിഹാരമുള്ളൂ എന്ന് അശ്വിന് ലാവണ്യയോട് പറയുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെ എൻ്റെ ഈ ഒരു അഭിമാനത്തിന് എന്തൊക്കെ കോട്ടം തെറ്റിയാലും എനിക്കൊരു കുഴപ്പമില്ല, ഈ ബന്ധം തകരാൻ പാടില്ല എന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ അശ്വിൻ്റെ ആ ഒരു തീരുമാനത്തിനോട് യോജിച്ച് ലാവണ്യ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും ഒരിക്കലും വീഴത്തില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുത്തശ്ശി ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയാണ്. കാരണം അത്രത്തോളം മുത്തശ്ശി ഒരിക്കലും ഒരു പ്രശ്നത്തിന് പോകത്തില്ല എന്ന് അശ്വിനോട് വാക്ക് പറഞ്ഞതാണ്. പക്ഷെ മനഃപൂർവ്വം മുത്തശ്ശിയായിട്ട് അങ്ങോട്ട് വഴക്കിന് പോയതല്ല, ലാവണ്യമായിട്ട് ഇങ്ങോട്ട് വന്നതുകൊണ്ട് തന്നെ മുത്തശ്ശിനെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല എന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അഞ്ജലി ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ്. കാരണം തൻ്റെ ആ ഒരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിലപ്പെട്ട ആ ഒരു ദിവസം തന്നെ, ആ ഒരു നിമിഷം തന്നെ ശ്യാമ് പോയതിൽ ഭയങ്കര സങ്കടത്തിലിരിക്കുമ്പോൾ ശ്യാമ് വന്ന് അഞ്ജലിയോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ക്ഷമ ചോദിക്കുന്നുണ്ട്. അവസാനം അഞ്ജലിയുടെ കാല് തൊട്ട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുമ്പോഴാണ് അഞ്ജലി ശ്യാമിനോട് ക്ഷമിക്കുന്നത്. വേണ്ട ഏട്ടാ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അഞ്ജലിയുടെ ആ ഒരു ദേഷ്യം എല്ലാം കളയണം. പക്ഷെ ഇതെല്ലാം ശ്യാമിൻ്റെ ഒരു നാടകം മാത്രമാണ് എന്ന് ഒരിക്കലും അഞ്ജലി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല. കാരണം അത്രത്തോളം ഡ്രാമയാണ് അഞ്ജലിയുടെ മുന്നിൽ ശ്യാം കളിക്കുന്നത്. അവസാനം ശ്യാം തന്നെ പറഞ്ഞു, എന്തായാലും നമുക്ക് ഈ മുത്തശ്ശിയുടെ ലാവണ്യയുടെ പ്രശ്നങ്ങൾ എന്തായാലും സോൾവ് ആക്കാം, നീ എന്തായാലും പോയി മുത്തശ്ശിയോട് സംസാരിക്കും, ഞാനപ്പോൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് അഞ്ജലിയെ പറഞ്ഞയക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ശ്യാം ഉടനെ ശ്രുതിയെ വിളിക്കാൻ വേണ്ടി തയ്യാറെടുക്കുവാണ്. പക്ഷേ ശ്രുതി അവിടെ വലിയൊരു ചതിക്കുഴിയിൽ തന്നെ പെട്ടുപോയി കിടക്കുവാണ്. ഒരുപാട് ഒരു സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവർ ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചാണ് ഈ ഒരു സ്വീറ്റ് സ്റ്റാൾ തന്നെ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ഓർഡർ കിട്ടിയപ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ബേക്കറിക്കാരനെ വിളിച്ച് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് ഒരു കാലണ പോലും, ഒരു ചില്ലറ കാശ് പോലും നിങ്ങൾക്ക് തരത്തില്ല എന്ന് പറഞ്ഞ് അയാൾ വാശി പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഇതിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത്രത്തോളം നഷ്ടമാണ് വന്നിരിക്കുന്നത്, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ശ്യാം വിളിക്കുന്നത്. എന്നിട്ട് ശ്യാം തന്നെ പറയുന്നുണ്ട്, എന്തായാലും നീ ക്ഷമിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഞാൻ അങ്ങോട്ട് നാളെ വരുന്നുണ്ട്, അപ്പോൾ ഇതിലെല്ലാം നാളത്തോടെ ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അമ്മയെയും പ്രീതിയെയും അഞ്ജലിയൊക്കെ ശ്യാം ആശ്വസിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ശ്യാം മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് അഞ്ജലിയും മനോരമയും മുത്തശ്ശിയോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശി അവിടെ സമാധാനിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല, അത്രത്തോളം സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ മുത്തശ്ശി ഒരു കാര്യം കൂടി പറഞ്ഞു,
ഇപ്പോൾ ലാവണ്യ കുഞ്ഞുകുട്ടിയാണ് എന്നാണ് അഞ്ജലി പറയുന്നത്. പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ആ ഒരു സമയത്ത് നീ അത്രത്തോളം സങ്കടപ്പെട്ടിരുന്നപ്പോ ശ്രുതി ലാവണ്യകളെ എത്രയോ ചെറിയ കുട്ടിയാണ്, എന്നിട്ട് നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ശ്രമിച്ചില്ലേ? എന്നിട്ട് ആ ഒരു പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ചീത്തയായി പോയി എന്ന് പറഞ്ഞ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നപ്പോൾ പെട്ടെന്ന് തന്നെ അവൾ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി, പുതിയ സ്വീറ്റ്സ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാനായിട്ട് തയ്യാറായില്ലേ? അപ്പൊ അങ്ങനത്തെ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് ചെയ്യുമ്പോൾ അവളെക്കാൾ എന്തുകൊണ്ട് എത്രയും വലിയ കുട്ടിയാണ് ലാവണ്യ, എന്നിട്ട് ഇതൊന്നും അവള് പഠിക്കുന്നില്ല എന്നതിലാണ് ഏറ്റവും വലിയ സങ്കടം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മുത്തശ്ശി ദേഷ്യം വരുമ്പോൾ മുത്തശ്ശി പറയുന്നത് പോലെ ഒരുപാട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ലാവണ്യ കയറി വരുന്നത്. അപ്പൊ ലാവണ്യ വന്നിട്ട് മുത്തശ്ശിയോട് ക്ഷമ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും മുത്തശ്ശി അവിടെ ക്ഷമിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. ഒരിക്കലും നിന്നോട് ഞാൻ ക്ഷമിക്കത്തില്ല, നിന്റെ സംസ്കാരമാണ് നീ ഇവിടെ കാണിച്ചത് എന്നൊക്കെയുള്ള രീതിയിൽ മുത്തശ്ശി ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ശ്യാമ വന്ന് മുത്തശ്ശിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ ആരെന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനത്തിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മാറത്തില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിൽ തന്നെ മുത്തശ്ശി നിൽക്കുന്നുണ്ട്. അവസാനം മുത്തശ്ശിക്ക് ക്ഷീണമുണ്ട്, കിടക്കണം എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ അവരെല്ലാവരും നാളെ സംസാരിക്കാം എന്നുള്ളൊരു രീതിയിൽ പുറത്തു പോകുന്നുണ്ട്. എന്തായാലും ലാവണ്യക്ക് ഇതോടെ വലിയൊരു കുരുക്ക് തന്നെയാണ് മുറുകിയിരിക്കുന്നത്. ഇതോടെ ഒന്നെങ്കിൽ ലാവണ്യ എല്ലാവരും ക്ഷമിച്ച് ലാവണ്യ ഈ വീട്ടിൽ തന്നെ തുടരും, അല്ലെന്നുണ്ടെങ്കിൽ ഇതോടെ തന്നെ ലാവണ്യ ഈ വീട്ടിന്റെ പടിയിറങ്ങും. ആ ഒരു സിറ്റുവേഷനിലാണ് വന്ന് നിൽക്കുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് തന്റെ ആ ഒരു കച്ചവടം പൊടിക്കാത്തതിന്റെ ആ ഒരു സങ്കടത്തിലും ഇത്രത്തോളം നഷ്ടം വന്നതിന്റെ ആ ഒരു സങ്കടവും കൊണ്ട് നമ്മുടെ ശ്രുതിയും പ്രീതിയും അത്രത്തോളം സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ തന്റെ കുട്ടികൃഷ്ണനോട് ശ്രുതി ഒരുപാട് യാചിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ആ ഒരു ബേക്കറിക്കാരന്റെ ആ ഒരു സ്വഭാവം മാറ്റുക, എന്നിട്ട് തന്റെ ആ ഒരു കച്ചവടത്തിന് കിട്ടിയ ആ ഒരു ലാഭം, ആ ഒരു പൈസ ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ അത്രയും സന്തോഷമായേനെ എന്നൊക്കെ പറഞ്ഞ് കുട്ടികൃഷ്ണനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രീതി ആ ഒരു കാര്യം ശ്രുതിയെ സൂചിപ്പിക്കുന്നത്. നിന്റെ കാലിലെ കൊലുസ് എവിടെ എന്ന് പ്രീതി ചോദിക്കുന്നുണ്ട്. അപ്പൊ തന്റെ കൊലുസ് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ആ സമയത്താണ് ശ്രുതിക്ക് മനസ്സിലായത്. ആ ഒരു കൊലുസ് എവിടെ പോയി എന്ന് തേടിക്കൊണ്ട് നടക്കുവാണ് ശ്രുതി. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ലാവണ്യയുടെ ഭാഗത്ത് നിന്ന് അത്രത്തോളം വലിയൊരു തെറ്റാണ് ഏസാറിന്റെ വീട്ടുകാർക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശിയുടെ സ്വഭാവം അനുസരിച്ച് മുത്തശ്ശി ഒരിക്കലും ലാവണ്യയോട് ക്ഷമിക്കാനായിട്ട് പോകുന്നില്ല. പക്ഷേ ലാവണ്യക്ക് ഇനി രണ്ട് സാധ്യതകൾ മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ മുത്തശ്ശി എല്ലാം ക്ഷമിച്ച് എല്ലാവരുടെയും വാക്കുകൾ കേട്ടുകൊണ്ട് ഒരു വട്ടം കൂടി ലാവണ്യക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കും. അതുകൊണ്ട് ലാവണ്യക്ക് വീണ്ടും ഇവിടെ ലാവണ്യയുടെ തെറ്റ് മനസ്സിലാക്കി തിരുത്താനുള്ള ഒരു ചാൻസ് കൂടി മുത്തശ്ശി കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതോടെ ലാവണ്യ അടിച്ചു പുറത്താക്കാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട്. എന്നാൽ തന്റെ ആ ഒരു സ്വർണ്ണ കൊലുസ് നഷ്ടപ്പെട്ടത് എവിടെയാണെന്ന് ശ്രുതിക്ക് മനസ്സിലാവുന്നില്ല. അത് അശ്വിന്റെ വീട്ടിലാണ് എന്നുണ്ടെങ്കിൽ അതെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ശ്രുതി ആ വീട്ടിൽ വരുവാണെങ്കിൽ വീണ്ടും അശ്വിനും ശ്രുതിയും കൂടി കണ്ടുമുട്ടും. അപ്പൊ എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ വീണ്ടും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഇതോടുകൂടി ഈ ഒരു വിവാഹ വാർഷികത്തോടു കൂടി ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തിൽ പല കാര്യങ്ങളും മാറി മറിയാൻ പോവാണ്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാതൊരിക്കും. ടാറ്റാ ബൈ.